ഷഫീദ്. അവർക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ അതിന് ഉത്തരവാദിത്വം ആർക്കാണ്? അതിന് ഉത്തരം പറയേണ്ടത് ആരാണ്? അല്ല, ഇത് കേവലം നഗരസഭയുമായി ബന്ധപ്പെട്ട ആളുകളുടെ ഏതെങ്കിലും ന്യായമായി മാത്രമേ എനിക്ക് ഇതിനെ കാണാൻ കഴിയുള്ളൂ. കാരണം വളരെ പ്രധാനപ്പെട്ട ഒരു അപകടമാണ്. മാത്രമല്ല, ഇത് നമ്മൾ വിദ്യാഭ്യാസ വകുപ്പിനോടക്കം ചോദിച്ചപ്പോൾ സ്വാഭാവികമായും സ്കൂൾ പരിധിയിൽ വരുന്നതാണ്. അങ്ങനെ സ്കൂളുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കെട്ടിടമാണ്. ആ കെട്ടിടത്തെക്കുറിച്ച് നഗരസഭ അധികൃതരുടെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. പക്ഷേ അത് മുഖവിലേക്ക് എടുക്കണമോ വേണ്ടോ എന്നുള്ള കാര്യം അറിയില്ല. പക്ഷേ എങ്കിൽ കൂടി ഉണ്ടായിട്ടുള്ള അപകടം വളരെ തീവ്രമാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കെട്ടിടം പൊളിഞ്ഞു വീണിരിക്കുന്നു. ഇവിടെ വൈകിട്ട് 4 മണി വരെ. ഷഫീദ് ആ സ്ഥലത്തുണ്ടല്ലോ. സ്കൂൾ കെട്ടിടമല്ല എന്ന് പറയുമ്പോഴും ഇതിനോട് തൊട്ട് ചേർന്നാണോ സ്കൂൾ കെട്ടിടമുള്ളത്? കുട്ടികളൊക്കെ ഓടിക്കളിക്കുന്ന സ്ഥലമൊക്കെയാണോ ഇത്? ഉറപ്പായിട്ടും. കാരണം ഈ പരിധിയിൽ തന്നെയാണ് ഈ പെർമിസസിൽ അല്ലെങ്കിൽ ഇതിനോട് ചേർന്ന് തന്നെയാണ് സ്കൂൾ കെട്ടിടവും പ്രവർത്തിക്കുന്നത്. ഒരുപക്ഷെ ഈ വരാന്തയിലൊക്കെ വന്ന കുട്ടികൾ ഇരുന്നിരിക്കാം. നമ്മൾ തന്നെ കണ്ടിട്ടുണ്ട്, പലതവണ നമ്മൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇത് അങ്ങനെ ഒരു പൈതൃക കെട്ടിടമാണ്. പക്ഷേ ഈ പൈതൃക കെട്ടിടത്തിൽ നിരവധി ജീവനക്കാർ ജോലി ചെയ്യുന്ന സ്ഥലമാണ്. അവിടെയാണ് ഈ പറയുന്നത് പോലെ ഈ അപകടം, അതല്ലെങ്കിൽ ഈ വലിയ അപകടം ഉണ്ടായിരിക്കുന്നത്. കേവലം വലിയ അപകടം ഏതാണ്ട് ഒരു 3 പ്രധാനപ്പെട്ട, ഇത് നേരത്തെ ക്ലാസ് റൂം ആയിരുന്നു എന്നാണ് ഇവർ തന്നെ പറയുന്നത്. 3 ക്ലാസ് റൂമുകളുടെ മേൽക്കൂര പൂർണ്ണമായും തകർന്ന് താഴേക്ക് പതിച്ചിരിക്കുന്നു. അതിന്റെ ഓടുകൾ, കഴുക്കോലുകൾ, അതേപോലെ തന്നെ ഭിത്തിയുമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾ. ഇതിപ്പോൾ ഇപ്പോൾ ദൃശ്യം തരുന്നത് 2ാമത്തെ ക്ലാസ് റൂം പോലുള്ള ഒരു സംവിധാനമാണ്. ഇവിടെ ഓഫീസ് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. പക്ഷേ ഇതിന് ഏതെങ്കിലും തരത്തിൽ ഈ കെട്ടിടം ഇങ്ങനെ പ്രവർത്തിക്കാൻ നഗരസഭയുടെ കീഴിലോ അല്ലെങ്കിൽ വകുപ്പുകൾക്ക് കീഴിലോ NOC അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നോ എന്നുള്ളതൊക്കെയാണ് ചോദ്യം. അനുജ, അതാണിപ്പോൾ ഒരു കാരണവശാലും പ്രവർത്തിക്കരുതാത്തൊരു കെട്ടിടമാണ് ഇത് എന്നാണോ ഷഫീദിന് അത് കാണുമ്പോൾ ബോധ്യപ്പെടുന്നത്? ഷഫീദ് തന്നെ പറയുന്ന പോലെ കുറെ പഴക്കമുള്ള കെട്ടിടമാണ്. ഇതിന്റെ നിലവിലെ ഒരു സാഹചര്യമൊക്കെ കാണുമ്പോൾ ഇത് ഒരു കാരണവശാലും പ്രവർത്തിക്കരുത് എന്ന് തോന്നുന്നുണ്ടോ? അത്തരത്തിൽ പഴക്കമുള്ളതാണോ കെട്ടിടം? അതിന് നമുക്ക് ഈ കെട്ടിടത്തിന്റെ ഒരു ഓവർവ്യൂ, അതായത് നമ്മളിപ്പോൾ ഈ കാണുന്ന ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ ഇതിന്റെ ഒരു ഓവർവ്യൂ കണ്ടാൽ തന്നെ മനസ്സിലാകും. ഓടിട്ട കെട്ടിടമാണ്. മാത്രവുമല്ല, ഈ ഓടിട്ട കെട്ടിടത്തിനകത്ത് ഈ പെയിന്റ് ഒക്കെ അടിച്ചത് അല്ലെങ്കിൽ അതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ ബലപ്പെടുത്തി എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ അതൊക്കെ ബലപ്പെടുത്തി ഇവിടെ ജീവനക്കാർ പ്രവർത്തിച്ചു വരികയാണ്. ആ ബോർഡ് കൂടെ ഒന്ന് കാണിക്കാം. അതായത് ഡിസ്ട്രിക്ട് പ്രോഗ്രാം ഓഫീസർ എന്നുള്ളതാണ് ആ ബോർഡിനകത്ത് ഇരിക്കുന്നത്. സമഗ്ര ശിക്ഷാ അഭിയാനുമായി ബന്ധപ്പെട്ട പ്രവർത്തിക്കുന്നത്. എങ്ങനെ പോയാലും നമ്മുടെ ഒരു ചെറിയ ലോജിക്കൽ തിങ്കിങ്ങിൽ ഇതിനകത്തൊരു 10-22 ആളുകളെങ്കിലും ജോലി ചെയ്യുന്ന ഒരു സ്ഥലമാണ്. ഈ പറയുന്ന നഗരസഭയുമായി ബന്ധപ്പെട്ട അധികൃതർ നേരത്തെ പറഞ്ഞതുപോലെ ഏതെങ്കിലും തരത്തിൽ ഈ സമഗ്ര ശിക്ഷാ അഭിയാൻ എങ്ങനെയാണ് വിദ്യാഭ്യാസ വകുപ്പിന് പുറത്തു വരുന്നതെന്ന് എനിക്കറിയില്ല. സാധാരണ നമ്മളുടെ ഒരു അറിവിൽ നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് ആ പ്രൊജക്ട് അടക്കമുള്ള മുഴുവൻ കാര്യങ്ങളും അത് വിദ്യാഭ്യാസ വകുപ്പിന് തന്നെ കീഴിൽ വരുന്നതാണ്. മാത്രവുമല്ല, അത് സ്കൂൾ കോമ്പൗണ്ടിൽ സ്കൂളിലെ മറ്റ് കെട്ടിടത്തോടെ ഏതാണ്ട് ഒരു കൂടിപ്പോയൊരു 10-20 മീറ്റർ ഒന്നും ഇല്ലെന്ന് തോന്നുന്നു, 10-15 മീറ്റർ അകൽച്ചയിലാണ് ഇവർ ഈ പറയുന്നത്. ഇപ്പോഴത്തെ ഇവരുടെ വാദം അനുസരിച്ചിട്ടുള്ള ആ കാര്യം അങ്ങനെയാണെങ്കിൽ തന്നെ നമുക്ക് വിലയിരുത്താൻ കഴിയുക. അവിടെ തന്നെ നേരത്തെ അനുജ സൂചിപ്പിച്ചത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കുട്ടികൾ ഒരു പക്ഷേ ഇവിടേക്ക് എത്തുന്നുണ്ടാകാം. ഓഫീസ് കെട്ടിടമാണെങ്കിലും അവിടെ അടക്കം ഈ പ്രവേശനോത്സവ ദിവസം തന്നെ അങ്ങനെ ഒരു സ്കൂളിന്റെ കെട്ടിടവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു കെട്ടിടം അത് തകർന്നു വീണു എന്ന് പറയുന്നതിനെ എങ്ങനെ നിസ്സാരമായി കാണാൻ കഴിയും എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. മാത്രവുമല്ല, ഇവിടെ ജീവനക്കാരടക്കം ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്നു. ഈ കെട്ടിടത്തിന് ഏതെങ്കിലും തരത്തിൽ NOC ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് സ്വാഭാവികമായും മേയർ VV രാജേഷ് അടക്കമുള്ള ആളുകളോട് വരും മിനിറ്റുകളിൽ ചോദിക്കാം. ഏതായാലും ഇപ്പോൾ അനുജ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഈ പറയുന്ന ഓടിട്ട കെട്ടിടത്തിന്റെ അകത്ത് നമ്മൾ സാധാരണഗതിയിൽ അതിന്റെ ഈ കഴുക്കോലിൽ സീൽ ചെയ്ത ഫാനുകൾ നമുക്ക് കാണാൻ സാധിക്കും, ലൈറ്റുകൾ കാണാൻ സാധിക്കും. ഇവിടെ അടക്കം ഇതുമായി ബന്ധപ്പെട്ട ഈ സംവിധാനങ്ങൾ പ്രവർത്തിച്ചിരുന്നു എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും അതെ, ഇപ്പോൾ ഇതിന് ഈ കെട്ടിടം ഇളകിയിരിക്കുകയാണ് എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരടക്കം പറയുന്ന കാര്യം. അതടക്കം വലിയ സുരക്ഷാ പ്രശ്നം അതിവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. നമുക്ക് ആ ദൃശ്യങ്ങളിൽ അത് കാണുകയും ചെയ്യാൻ സാധിക്കും. ഒരു 3 ക്ലാസ് റൂം ഭാഗം, അത് ക്ലാസ് റൂം അല്ല ഇപ്പോൾ പ്രവർത്തിക്കുന്നത്, ഇപ്പോൾ ഓഫീസാണ്. പക്ഷെ ആ ഭാഗം പൂർണ്ണമായും തകർന്നിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഇവിടെ തന്നെ ഈ മീറ്റിംഗ് ഹാൾ, ഇപ്പോൾ നമ്മൾ കണ്ടത് മീറ്റിംഗ് ഹാളും സിവിൽ സെക്ഷനുമാണ്. അവിടെയാണ് ഇതിന്റെ കഴുക്കോലൊക്കെ അപ്പാടെ തകർന്ന് താഴേക്ക് വീണത്. അപ്പോൾ ഈ മീറ്റിംഗ് ഹാളിലും സിവിൽ സെക്ഷനിലും ഒക്കെ ഇന്നും ജീവനക്കാർ വന്നിരുന്ന് പോയിട്ടുണ്ടാകണം അല്ലേ? നിലവിൽ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെ തന്നെയാണ്. മാത്രമല്ല, ജീവനക്കാരുണ്ടായിരുന്നു, കുട്ടികളും ഉണ്ടായിരുന്നു. തൊട്ടപ്പുറത്തെ കെട്ടിടത്തിൽ കുട്ടികളും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഏതായാലും കുട്ടികൾ ഇതിന്റെ ഈ കോമ്പൗണ്ടിൽ തന്നെയാണ് ഈ കുട്ടികളും പ്രവർത്തിക്കുന്നത്. ഇതിന് NOC അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടോ എന്ന് നമുക്ക് മേയർ VV രാജേഷ് അടക്കമുള്ള ആളുകളോടും വിദ്യാഭ്യാസ മന്ത്രി ഷംസുദ്ദീൻ അടക്കമുള്ള ആളുകളോടും ചോദിക്കാം. പൈതൃക കെട്ടിടം എന്ന രീതിയിൽ ഇതിനെ നമ്മൾ നേരത്തെ തന്നെ നമ്മളൊക്കെ വാർത്തയാക്കിയിട്ടുണ്ട്. പക്ഷേ സാധാരണ പൈതൃക കെട്ടിടമാണെങ്കിൽ കൂടി ഇത് ഏത് തരത്തിലാണ് ഈ സാധനം ഇങ്ങനെ പ്രവർത്തിക്കാൻ അനുമതി കൊടുത്തത് എന്നുള്ളതൊരു വലിയ ചോദ്യമാണ്. അതിന് അല്പസമയം മുൻപ് നമ്മളോട്
സംസാരിച്ച നഗരസഭാ അധികൃതരടക്കം പറഞ്ഞത് അത് അങ്ങനെ അതിന് പ്രവർത്തിക്കാൻ അനുമതി ഉണ്ടോ നഗരസഭ ചോദിക്കേണ്ടതല്ല. പക്ഷേ എന്റെ ചുരുങ്ങിയ അറിവിൽ ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ച് അനുജ നഗരസഭാ പരിധിയിൽ വരുന്ന എല്ലാ കെട്ടിടങ്ങളുടെയും ഉത്തരവാദിത്തം അത് നഗരസഭയ്ക്കാണ്. അതിന്റെ ബലം അടക്കമുള്ള കാര്യങ്ങൾ അത് പരിശോധിക്കേണ്ട ഉത്തരവാദിത്തം നഗരസഭയ്ക്കുണ്ട്. ഇപ്പൊ സാധാരണഗതിയിൽ നഗരത്തിലെ ഏതെങ്കിലും ഒരു കെട്ടിടം പൊളിഞ്ഞു വീണാൽ അതിന് അനുമതി കൊടുക്കുന്നത്, അതിന്റെ നിർമ്മാണത്തിന് അനുമതി കൊടുക്കുന്നത് നഗരസഭയാണ്. അതിനൊക്കെ അപ്പുറത്തേക്ക് അതിന്റെ ബാക്കിയുള്ള പ്രവർത്തനങ്ങൾക്ക് നമ്മൾ നികുതി അടയ്ക്കുന്നത് നഗരസഭയിലാണ്. ആ രീതിയിൽ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞ വിശദീകരണം അത് ഒരു തരത്തിലും ഉൾക്കൊള്ളാൻ കഴിയില്ല. ഏതായാലും ഇതിന്റെ ഫിറ്റ്നസ് അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നോ, അതല്ലെങ്കിൽ ഇത് എങ്ങനെയാണ്, ഇത് ആരാണ് ഫിറ്റ്നസ് ആവശ്യപ്പെടേണ്ടത് എന്നൊക്കെയുള്ള വളരെ ഒരുപക്ഷെ കേട്ടാൽ ചിരി വരുന്ന കാര്യങ്ങളാണ് അല്പം മുൻപ് സംസാരിച്ച BJP പ്രതിനിധി അദ്ദേഹം നമ്മളോട് പറഞ്ഞത്. ഏതായാലും ഒരു ആശങ്ക അവർക്കൊക്കെ ഉണ്ടാകും. കാരണം പ്രവേശനോത്സവ ദിവസം ഒരു സ്കൂൾ പ്രവർത്തിക്കുന്ന സ്ഥലത്തെ ഒരു പ്രധാനപ്പെട്ട കെട്ടിടം, അത് നേരത്തെ സ്കൂൾ ക്ലാസുകൾ തന്നെയായിരുന്നു, അതിനകത്ത് ഒരു തർക്കവുമില്ല. അത് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ അധ്യയന വർഷം അങ്ങനെ അത് മാറ്റിയതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ കുട്ടികളടക്കം ഇവിടേക്ക് വരുന്ന കുട്ടികളൊക്കെ പരിസരത്തേക്ക് എത്തുന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ്. ആ സ്ഥലത്താണ് ഈ രീതിയിൽ കെട്ടിടം പൊളിഞ്ഞു വീണത്. ചെറിയ പൊളിഞ്ഞു വീഴലാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമുക്ക് ഇതിന്റെ ഒരു വ്യൂ നോക്കിക്കഴിഞ്ഞാൽ, അതിന്റെ ഒരു വൈഡ് വ്യൂ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഏതാണ്ട് ഈ ഭാഗം മുതൽ അങ്ങോട്ട് വലത്തേക്ക് ആ ഭാഗം വരെയുള്ള മേൽക്കൂര അത് പൂർണ്ണമായും തകർന്ന് താഴേക്ക് വീണിട്ടുണ്ട്. ഇനി ഏതായാലും തുടർ നടപടികൾ, തുടർ പരിശോധന അടക്കം എങ്ങനെ നടത്തുമെന്ന് നോക്കാം. അതെ, അതാണ് തിരുവനന്തപുരത്ത് സെൻട്രൽ ഹൈസ്കൂൾ അട്ടക്കുളങ്ങര യുടെ ഒരു ഭാഗമാണ് ഇടിഞ്ഞു വീണത്. അത് ക്ലാസ് മുറിയല്ല എന്ന് വിദ്യാഭ്യാസ മന്ത്രി പറയുന്നുണ്ട്. മുൻ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും പറഞ്ഞത് അത് ക്ലാസ് മുറി അല്ല എന്നാണ്. പക്ഷേ ഏത് സാഹചര്യത്തിലാണ് ഇതിന് NOC കിട്ടിയിട്ടുണ്ടോ, എങ്ങനെ അത് പ്രവർത്തിക്കുന്നു എന്നൊക്കെയുള്ളത് വളരെ പ്രധാനമാണ്. ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടോ, അതിലൊക്കെ വിശദ പരിശോധന നടത്തും എന്ന് വിദ്യാഭ്യാസ മന്ത്രി 24നോട് ഉറപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. അല്പസമയം മുൻപാണ് വിദ്യാഭ്യാസ മന്ത്രി 24നോട് പ്രതികരിച്ചത്. ഈ വാർത്ത 24 ആണ് പുറത്തുവിട്ടത്. തൊട്ടു പിന്നാലെ തന്നെ വിദ്യാഭ്യാസ മന്ത്രി നമ്മളോട് പ്രതികരിക്കുകയായിരുന്നു. ക്ലാസ് റൂം അല്ല തകർന്നത്, പക്ഷേ വിശദമായ പരിശോധന ആവശ്യമുണ്ട്, അത് നടത്തും, അടിയന്തര ഇടപെടലുണ്ടാകും, റിപ്പോർട്ട് തേടും എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.